ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഡബിൾ ഒക്യുപ്പൻസി എന്ന് പറയുന്ന വളരെ വ്യത്യസ്തമായ ഒരു മൂവിയാണ്. ഒരേ ശരീരത്തിൽ തന്നെ ജീവിക്കുന്ന നായകനും നായികയും. പകൽ സമയങ്ങളിൽ ആ ശരീരം പെണ്ണിന്റേതാണെങ്കിൽ രാത്രി സമയം അത് ആണിന്റേതായി മാറും. കേൾക്കുമ്പോൾ തന്നെ വ്യത്യസ്തത തോന്നില്ലേ? അപ്പൊ നമുക്ക് ഈ കഥയിലേക്ക് കടക്കാം. അതിനു മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് അരുണാചലത്തിന്റെ വൈഫ് വല്ലി പ്രസവവേദന എടുത്ത് കരയുന്നതാണ്. 15 വർഷമായിട്ട് കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞാണിത്. മഴ പെയ്യുന്ന രാത്രിയിൽ അരുണാചലം തന്റെ ഭാര്യയുടെ പ്രസവം ഒറ്റയ്ക്കെടുക്കുന്നു. അതൊരു ആൺകുഞ്ഞായിരുന്നു. വർഷങ്ങളോളം ഈശ്വരവിശ്വാസമൊന്നും ഇല്ലാതിരുന്ന അരുണാചലം ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഈശ്വരനെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ദേവി അവർക്ക് കൊടുത്ത വരമായിരുന്നു അവരുടെ ഈ കുഞ്ഞ്. പക്ഷേ ജനിച്ച് കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ആ കുഞ്ഞിന് ജീവനില്ലാതെയായി. കരഞ്ഞുകൊണ്ട് അയാൾ പുറത്തേക്കിറങ്ങി തന്റെ കുഞ്ഞിനെ ഉയർത്തിപ്പിടിച്ച് ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, ഇത്രയും കാലം ഒരു വിശ്വാസം ഇല്ലാതിരുന്ന എന്നെ ഒരു വിശ്വാസിയാക്കി മാറ്റിയ ശേഷം എന്റെ കുഞ്ഞിനെ എന്നിൽ നിന്നും അകറ്റിയത് എന്തിനാണെന്ന്. എന്നാൽ ആ സമയം അവിടെ വലിയൊരു ഇടിമിന്നലടിക്കുന്നു. അതിനോടൊപ്പം എന്തോ ഒരു ശക്തി കൂടി ആ കുഞ്ഞിന് ലഭിക്കുന്നു. ആ കുഞ്ഞിന്റെ ശരീരത്തില് 2 DNAs ഉണ്ടാവുകയാണ്. അകത്തേക്ക് അയാൾ കയറി പോകുമ്പോഴേക്കും ആ കുഞ്ഞ് പെണ്ണായി മാറിയിട്ടുണ്ടായിരുന്നു. എന്ത് അത്ഭുതമാണ് നടന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. കുഞ്ഞിനിപ്പോൾ ജീവനുണ്ട്, അത് കരയുന്നുണ്ട്. കുറച്ചു ദിവസങ്ങൾ കടന്നുപോയതോടുകൂടി അവർക്കൊരു കാര്യം മനസ്സിലായി. തങ്ങളുടെ കുഞ്ഞ് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ പെൺകുഞ്ഞായിട്ടിരിക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ രാത്രി സമയങ്ങളിൽ അത് ആൺകുട്ടിയായി മാറും. ശരീരാവയവങ്ങൾ ഉൾപ്പെടെ പൂർണ്ണമായിട്ടും ആൺകുട്ടിയായിട്ടാണ് മാറുന്നത്. പക്ഷെ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എല്ലാം തന്നെ അതുതന്നെയായിരിക്കും. തങ്ങളുടെ കുഞ്ഞിന് ഇങ്ങനൊരു കഴിവുള്ളത് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കി തൽക്കാലം അരുണാചലം ആ വീട് വിട്ട് മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകുന്നു. ആണായിട്ടും പെണ്ണായിട്ടും മാറിക്കൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞിന് ആണിനും പെണ്ണിനും ഇടാൻ പറ്റിയ രജനി എന്ന് പറയുന്ന പേരാണ് അവർ ഇടുന്നത്. പകൽ സമയങ്ങളിൽ പെണ്ണായതുകൊണ്ട് തന്നെ പെൺകുട്ടിയായ രജനിക്ക് സ്കൂളിൽ പോകാൻ പറ്റും. 6 മണിയായി കഴിഞ്ഞാൽ ആൺകുട്ടിയായി രജനി മാറും. ഇവർക്ക് രണ്ടുപേർക്കും അറിയാം തങ്ങളുടെ ശരീരത്തിൽ നടക്കുന്ന മാറ്റം. പക്ഷെ പെൺകുട്ടിയായിട്ടുള്ള രജനി പകൽ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ ആൺകുട്ടിയായിട്ടുള്ള രജനിക്ക് ഓർമ്മയുണ്ടാകില്ല. 6 മണിക്ക് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. ഒരു വലിയ വെളിച്ചം ഉണ്ടാകും. പെൺകുട്ടിയായ രജനിയുടെ ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. അതൊരു ആൺകുട്ടിയായി മാറും. പെൺകുട്ടിയായ രജനി ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അതുപോലെ തന്നെ ഈ ആൺകുട്ടിയുടെ ശരീരത്തിലേക്ക് വരും. ഒരേ ശരീരത്തിൽ ജീവിക്കുന്ന ഇവർക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു വഴിയുണ്ടായിരുന്നുള്ളൂ, അവർ യൂസ് ചെയ്യുന്ന ഫോൺ. ആ ഫോണിലെ വാട്സപ്പ് തുറന്ന് അതിനകത്ത് അവർ വോയിസ് അയക്കും. പകൽ സമയങ്ങളിൽ ആൺകുട്ടിയായ രജനിയുടെ വോയിസ് പെൺകുട്ടിയായ രജനി കേൾക്കും. രാത്രി സമയങ്ങളിൽ അവൾ പറയുന്ന കാര്യങ്ങൾ അവനും കേൾക്കും. പക്ഷെ ഇവർക്ക് ഒരിക്കലും പരസ്പരം നേരിട്ട് കാണാൻ സാധിക്കില്ല. പെൺകുട്ടിയായ രജനി പകൽ സമയം മാത്രമേ കണ്ടിട്ടുള്ളൂ. അവൾക്ക് രാത്രിയുടെ ഭംഗി അറിയില്ല. അതുപോലെ നമ്മുടെ ആൺകുട്ടിയായ രജനിക്ക് പകൽ സമയവും കാണാൻ സാധിക്കില്ല. ഒരു അഡ്ജസ്റ്റ്മെന്റിലായിരുന്നു ഇവർ ജീവിച്ചുകൊണ്ടിരുന്നത്. ചെറുപ്പം മുതലേ ഇവർ പരസ്പരം തല്ലുകൂടും. പകൽ സമയങ്ങളിൽ അവൾ എഴുതുന്ന ഹോംവർക്കുകൾ രാത്രി സമയങ്ങളിൽ ആൺകുട്ടിയായ രജനി വലിച്ചു കീറിക്കളയും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഇവർ രണ്ടുപേരും വളർന്നു വലുതായി. ഒരു ദിവസം രാത്രി നായകൻ രജനിയോട് യാത്ര പറഞ്ഞിട്ട് അവന്റെ അച്ഛനും അമ്മയും എവിടേക്കോ ബൈക്കിൽ പോയി. പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്കും അവൻ നായികയായി മാറിയല്ലോ. അവളോട് കുറച്ച് ആൾക്കാർ വന്ന് പറയുന്നുണ്ട്, നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ആക്സിഡന്റ് പറ്റിയെന്നും അവർ മരിച്ചുപോയെന്നും. അവൾ ആകെ തകർന്നുപോയി. പകൽ സമയം തന്നെ അവൾ മരണാനന്തര ചടങ്ങുകൾ നടത്തി. വൈകുന്നേരം 6 മണിയായപ്പോൾ അവളുടെ ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിച്ച് അവൾ നായകനായ രജനിയായി മാറിയപ്പോഴാണ് തന്റെ അച്ഛനും അമ്മയും മരിച്ച സത്യം നമ്മുടെ നായകൻ മനസ്സിലാക്കുന്നത്. കാരണം തലേന്ന് രാത്രിയാണ് അവൻ അവരെ യാത്രയാക്കി വിട്ടത്. പകൽ സമയം മുഴുവൻ അവൻ നായികയായി മാറിയിട്ടുണ്ടായിരുന്നല്ലോ. പെട്ടെന്ന് തന്റെ അച്ഛന്റെ അമ്മയുടെയും ഫോട്ടോ കണ്ട് അവൻ തകർന്നുപോയി. തന്റെ അച്ഛനും അമ്മയും അവസാനമായിട്ട് അവനൊന്ന് കാണാൻ പോലും സാധിച്ചില്ല. തന്റെ ശരീരത്തിനുള്ളിലെ പെൺകുട്ടിയായ രജനിയെ അവൻ വെറുക്കാൻ ആരംഭിച്ചു. ഇനി നീയുമായിട്ട് ഒരു ബന്ധമില്ലാന്ന് പറയുന്നു. പക്ഷെ എത്രയൊക്കെ അങ്ങനെ പറഞ്ഞാലും രാത്രിയിലും പകലും അവർ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. പകൽ സമയത്ത് ജോലിയാണ് നായികയ്ക്ക് നല്ലത്, രാത്രി സമയത്ത് ജോലിയാണ് നായകന് നല്ലത്. രജനി ജീൻ ഹബ് എന്ന് പറയുന്ന ഒരു റിസർച്ച് സെന്ററിൽ ജോലിക്ക് കയറുന്നു. ഇന്റേണായിട്ടാണ് അവൾ കയറിയത്. 10 DNA അവളൊരു റിസർച്ച് നടത്തുന്നുണ്ടായിരുന്നു. തന്റെ ശരീരത്തിൽ തന്നെ സംഭവിക്കുന്ന ആ മാറ്റങ്ങളെ കുറിച്ചായിരുന്നു അവൾ പഠിക്കാൻ ആഗ്രഹിച്ചിരുന്നത്. അവിടെ വെച്ച് അവൾ കാർത്തിക് എന്ന് പറയുന്ന ഒരു യുവാവിനെ പരിചയപ്പെടുന്നു. അവളുടെ ബോസ് രാമലിംഗത്തിനോട് അവൾ പറഞ്ഞത് തനിക്ക് പേരൻസ് ഒന്നുമില്ല, ആക്സിഡന്റിൽ മരിച്ചുപോയെന്നും താൻ ഒറ്റ മകളാണെന്നുമാണ്. തന്റെ ശരീരത്തിൽ നടക്കുന്ന മാറ്റങ്ങളെ പറ്റിയൊന്നും തന്നെ അവൾ ആരോടും തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വൈകുന്നേരം ജോലി കഴിഞ്ഞ് 6 മണിയാകാറായപ്പോഴേക്കും അവൾ വീട്ടിലെത്തി. തന്റെ ഫോണിൽ അവൾ വോയിസ് റെക്കോർഡ് ചെയ്യുന്നു. എനിക്ക് ജോലി കിട്ടിയെന്നും നീ എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ജോലി കണ്ടുപിടിക്കണമെന്നും, അല്ലാതെ നിന്റെ ചെലവും കൂടെ എനിക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. 6 മണി കഴിഞ്ഞപ്പോഴേക്കും അവൾ നായകനായി മാറി. അവൾ അയച്ച വോയിസ് നോട്ടൊക്കെ അവൻ കേട്ടു. അവനും ഒരു ജോലി കണ്ടുപിടിച്ചു. ഒരു ബാറിലാണ് അവൻ ജോലിക്ക് കയറിയത്. വൈകുന്നേരം 6 മണിക്ക് ശേഷം ജോലിക്ക് കയറിയാൽ മതി, രാവിലെ 6 മണിക്ക് മുന്നേ ഇറങ്ങുകയും ചെയ്യാം. അതുകൊണ്ട് അവൻ സേഫ് ആയിരുന്നു. അങ്ങനെ ബാറിൽ വെച്ച് അവൻ രാജുബായ് എന്ന് പറയുന്ന സ്റ്റീൽ കമ്പനി നടത്തുന്ന ഒരാളെ പരിചയപ്പെടുന്നു. സ്വന്തം എന്ന് പറയാൻ അയാൾക്ക് ആരും ഉണ്ടായിരുന്നില്ല, വിവാഹവും കഴിച്ചിട്ടില്ല. നായകനുമായിട്ട് അയാൾ പെട്ടെന്ന് തന്നെ സൗഹൃദത്തിലായി. ആ ബാറിൽ വെച്ച് അന്ന് നമ്മുടെ നായകൻ പ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കാണുന്നു. കണ്ട മാത്രയിൽ തന്നെ അവളെ അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവർ കൂട്ടുകാരെല്ലാം ചേർന്ന് എടുത്തുകൊണ്ടിരുന്ന സെൽഫിയുടെ ബാക്കിലെല്ലാം തന്നെ അവനും പോയി നിൽക്കുന്നു. ഇത് പ്രിയയും ശ്രദ്ധിച്ചു. പ്രിയ പോയി രജനിയോട് സംസാരിക്കുന്നു. അവനാകട്ടെ ഓപ്പൺ ആയിട്ട് അവളോട് ചോദിക്കുന്നത് നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്നാണ്. അവനിങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നത്
അവൾക്ക് ഇഷ്ടപ്പെട്ടു. താൻ ഒരു ഡ്രിങ്ക്സ് ഒഴിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ താൻ അങ്ങനെ കുടിക്കാറില്ല എന്ന് പറഞ്ഞിട്ട് അവള് പോയി. എന്നാൽ അപ്പോഴേക്കും രാജുഭായ് നല്ല രീതിയിൽ മദ്യപിച്ച് അവശ നിലയിലായിട്ടുണ്ടായിരുന്നു. അയാളുടെ വീട് എവിടെയാണെന്ന് രജനിക്ക് അറിയില്ല. തൽക്കാലം അയാളെയും കൊണ്ട് ആ മദ്യലഹരിയില് അവൻ അവന്റെ വീട്ടിലേക്കാണ് വരുന്നത്. എന്നാൽ പിറ്റേന്ന് രാവിലെ 6 മണിയായപ്പോഴേക്കും അവൻ നായികയായി രജനിയായി മാറിയിട്ടുണ്ടായിരുന്നല്ലോ. അവൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ തൊട്ടടുത്ത് രാജു കിടക്കുന്നു. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചിട്ട് അവൾ ബഹളം ഉണ്ടാക്കുന്നു. രാജുഭായ് ആകെ ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ്. തലേന്ന് രാത്രി ഈ വീട്ടിലേക്ക് നായകൻ രജനിയുടെ കൂടെ വന്നതെന്ന് അയാൾക്ക് ഓർമ്മയുണ്ട്. ഇത് രജനിയുടെ വീടല്ലേ, നീ ഇവിടെ എന്തെടുക്കുക, നീ ആരാണെന്നൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട്. അതോടുകൂടി നമ്മുടെ നായികയ്ക്ക് മനസ്സിലായി നമ്മുടെ നായകന്റെ ഫ്രണ്ടാണതെന്ന്. തൽക്കാലം അവള് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രജനി ഇവിടെ ഇല്ലാന്ന് പറഞ്ഞിട്ട് അയാളെ അവിടെ നിന്നും പറഞ്ഞു വിട്ടു. എന്നിട്ട് അവൾ റെഡിയായി ഓഫീസിലേക്ക് പോയി. അവളുടെ റിസർച്ച് ഒക്കെ നല്ല രീതിയിൽ നടക്കുകയാണ്. പക്ഷെ താൻ പേഴ്സണലായിട്ട് ചെയ്യുന്ന റിസർച്ചിനെ പറ്റി അവൾ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാർത്തിക്കും അവളും വളരെയധികം ക്ലോസ് ആയി. രണ്ടുപേരുടെയും മനസ്സിൽ പരസ്പരം ഇഷ്ടം തോന്നാൻ തുടങ്ങിയിരുന്നു. അന്ന് വൈകുന്നേരം 6 മണിക്ക് മുന്നേ അവൾ വീട്ടിലെത്തി. കറക്റ്റ് 6 മണിയാവുമ്പോൾ നായകന്റെ രൂപത്തിലേക്ക് അവൾ മാറും. എന്നാൽ ആ സമയം രാജുഭായ് അവിടേക്ക് വരുന്നു. ഈ സമയം അയാൾ തന്നെ രൂപം മാറുന്നത് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് അറിയുന്നതുകൊണ്ട് നായിക അയാളെ പുറത്താക്കി വാതിലടച്ചു. പക്ഷെ അവള് ലോക്ക് ചെയ്യാൻ മറന്നുപോയി. രാജുഭായ് അകത്തേക്ക് കയറി. അപ്പോഴേക്കും സമയം 6 മണിയായി. അയാൾ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ നേരിട്ട് കാണുന്നു. പെട്ടെന്നൊരു പ്രകാശം ഉണ്ടാവുകയും നായികയുടെ ശരീരത്തിൽ ചേഞ്ചസ് വന്ന് നായകനായ രജനിയായിട്ട് മാറുന്നു. പക്ഷെ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് പെൺകുട്ടിയുടേത് തന്നെയാണ്. അയാൾക്ക് താൻ കണ്ട കാഴ്ച വിശ്വസിക്കാനേ പറ്റിയില്ല. രാജുഭായ് തന്നെ കണ്ടു എന്ന് നമ്മുടെ നായകൻ മനസ്സിലാക്കിയതും അവനും ആകെ ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. ഒരു വിധത്തില് അവൻ രാജുഭായെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. എന്നാലും അയാൾക്കത് പൂർണ്ണമായിട്ടും വിശ്വാസം തോന്നുന്നുണ്ടായിരുന്നില്ല. നിങ്ങളെ വിശ്വസിച്ച് ഇതൊക്കെ പറഞ്ഞത് ഇതൊന്നും പുറത്ത് ആരോടും പറയരുതെന്ന് അവൻ രാജുഭായോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നും ബാറിലേക്ക് പ്രിയ വന്നിട്ടുണ്ടായിരുന്നു. പതിയെ പതിയെ പ്രിയയും നായകനും വളരെയധികം ക്ലോസ് ആയി. പലപ്പോഴും അവൻ അവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുമായിരുന്നു. ഒരു ദിവസം ബാറിൽ വെച്ച് അവൻ അവളെ പ്രപ്പോസ് ചെയ്തു. അതേസമയം പകൽ സമയത്ത് കാർത്തികാകട്ടെ നായികയും പ്രപ്പോസ് ചെയ്തു. നമ്മുടെ നായകൻ പ്രിയയോട് പറയുന്നത് എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും പക്ഷെ എന്റെ വീട്ടിൽ അച്ഛനും അമ്മയും ആരും തന്നെയില്ല, നിന്നെ മരുമകളായിട്ട് സ്വീകരിച്ചു കയറ്റാൻ എല്ലാവരും ഉണ്ടാവണമെന്നായിരുന്നു താൻ ആഗ്രഹിച്ചിരുന്നതെന്ന്. പ്രിയയുടെ അമ്മ നേരത്തെ മരിച്ചുപോയതാണ്. അച്ഛൻ മറ്റൊരു വിവാഹം കഴിച്ച് പുറത്തെവിടെയോ സെറ്റിൽഡ് ആണ്. അവളും ഒറ്റയ്ക്കായിരുന്നു. ഇവിടെ കുറച്ച് ബിസിനസ് ഒക്കെ നോക്കി നടത്തിയാണ് അവളും ജീവിക്കുന്നത്. അതുകൊണ്ട് ഫാമിലി ഒന്നും ഇല്ലെങ്കിലും എനിക്ക് നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പ്രിയ അവനോട് പറയുന്നു. പലപ്പോഴും പ്രിയ നിന്റെ വീട്ടിലേക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞെങ്കിലും അവിടുത്തെ സാഹചര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മുടെ നായകൻ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറുമായിരുന്നു. ഒരു ദിവസം പകൽ നമ്മുടെ നായിക സമയം ശ്രദ്ധിക്കാതെ ഓഫീസിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യുകയാണ്. ഇടയ്ക്ക് ടൈം നോക്കിയപ്പോൾ 5:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടെ അവൾ ആകെ ടെൻഷനിലായി. 6 മണിക്ക് മുന്നേ വീട്ടിലെത്തിയില്ലെങ്കിൽ അവളുടെ സത്യം എല്ലാവരും മനസ്സിലാക്കും. എന്നാൽ ആ സമയം അവളുടെ ബോസ് രാമലിംഗു ആകട്ടെ ഇവളുടെ പ്രൊഫൈൽസ് പരിശോധിക്കുകയായിരുന്നു. അതേ അഡ്രസ്സിലും അതേ ബ്ലഡ് ഗ്രൂപ്പിലും അതേ ഏജിലും പെട്ട മറ്റൊരു പ്രൊഫൈല് അയാൾ കണ്ടെത്തുന്നു. അത് നമ്മുടെ നായകൻ രജനിയുടെ ആയിരുന്നു. എല്ലാം കംപ്ലീറ്റ്ലി മാച്ചിങ് ആയിട്ടുണ്ട്. ഇവരുടെ ഫോട്ടോസ് ഒന്നും ഓൺലൈനിലില്ല. അച്ഛനും അമ്മയും ആക്സിഡന്റിൽ മരിച്ചു പോയിരിക്കുന്നു. ബർത്ത് സർട്ടിഫിക്കറ്റും സെയിം ഡേയിൽ ഇഷ്യൂ ചെയ്തിരിക്കുന്നു. അയാൾക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി. കൂടുതൽ അയാൾ റിസർച്ച് നടത്തി. തന്റെ കമ്പനിയിലെ സിഇഒ ആയ രാജീവിനെ വിളിച്ചിട്ട് അയാൾ പറയുന്നുണ്ട് ഇത്രയും കാലം നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന നിധി നമ്മളുടെ കയ്യിൽ തന്നെ എത്തിയിട്ടുണ്ടെന്ന്. ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു നായിക. രാമലിംഗം പെട്ടെന്ന് അവൾക്ക് പോയൊരു ലിഫ്റ്റ് ഓഫർ ചെയ്യുന്നു. അവൾ പലതവണ ഒഴിഞ്ഞു മാറിയെങ്കിലും അയാൾ നിർബന്ധിച്ചതുകൊണ്ടും സമയം 6 മണി ആകാറായതുകൊണ്ടും പെട്ടെന്ന് വീട്ടിലെത്താൻ അയാളുടെ വണ്ടിയിൽ അവൾ കയറി. എന്നാൽ ട്രാഫിക്കിൽ ബ്ലോക്കിൽപ്പെട്ട് കിടക്കുകയായിരുന്നു അവർ. ഈ കാറിലിരുന്ന് തന്റെ ശരീരം ചേഞ്ച് ആയി കഴിഞ്ഞാൽ രാമലിംഗം മനസ്സിലാക്കുമെന്ന് പേടിച്ചിട്ട് അവൾ പെട്ടെന്ന് വണ്ടിയിൽ നിന്നും ഇറങ്ങിപ്പോയി. എന്നാൽ രാമലിംഗം തന്റെ കുറച്ച് ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അവർ നമ്മുടെ നായികയെ ഫോളോ ചെയ്യുകയും അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ 6 മണിയായപ്പോഴേക്കും അവളുടെ ശരീരം ചേഞ്ച് ആയി. ആ ശരീരം നമ്മുടെ നായകന്റേതായി മാറി. പക്ഷെ ഡ്രസ്സെല്ലാം അവൾ ഇട്ടിരുന്നതായിരുന്നു. എന്താ സംഭവിക്കുന്നതെന്നൊന്നും അവന് മനസ്സിലായില്ല. പക്ഷെ നമ്മുടെ നായികയെ ഉപദ്രവിക്കാനാണ് ഇവർ വന്നതെന്ന് അവന് മനസ്സിലായതുകൊണ്ട് അവൻ അവരെ എല്ലാവരെയും അടിച്ചു തുരത്തുന്നു. അവന്റെ ഡ്രസ്സൊക്കെ കീറിപ്പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ റെഡിയാക്കിക്കൊണ്ട് അവൻ തന്റെ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ കാണുന്നത് വീടിന്റെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന രാജുവിനെയും പ്രിയയുമാണ്. അവനെ അങ്ങനെ കണ്ടതും അവർ കാര്യം തിരക്കുന്നു. ലേഡീസിന്റെ ഡ്രസ്സിൽ എന്താ നീ നിൽക്കുന്നതെന്ന് പ്രിയ ചോദിക്കുന്നുണ്ട്. അതൊക്കെ താൻ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറഞ്ഞിട്ട് അവളെയും വിളിച്ചുകൊണ്ട് വീടിനുള്ളിലേക്ക് അവൻ കയറി. എന്നാൽ അവിടെ സ്ത്രീകളുടെ ഡ്രസ്സും ഇന്നേഴ്സും എല്ലാം കണ്ടതോടുകൂടി പ്രിയ അവനെ തെറ്റിദ്ധരിക്കുന്നു. നീ ഇവിടെ ഓൾറെഡി ഒരു പെണ്ണിന്റെ കൂടെയാണല്ലേ താമസിക്കുന്നതെന്ന് ചോദിക്കുന്നു. എന്നാൽ നീ എന്നെ തെറ്റിദ്ധരിക്കുകയാണെന്നും നീ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ ഒരുമിച്ചല്ലാന്ന് അവൻ പറയുന്നുണ്ട്. രാജുഭായും പറയുന്നുണ്ട് ഇവന്റെ കൂടെയുള്ള പെൺകുട്ടി വരണമെങ്കിൽ നാളെ രാവിലെ ആകുമെന്ന്. അത് കേട്ട് പ്രിയ തെറ്റിദ്ധരിക്കുന്നത് ഇവന്റെ കൂടെ താമസിക്കുന്ന പെൺകുട്ടി നൈറ്റ് ഷിഫ്റ്റിന് പോയിരിക്കുകയാണ്, രാവിലെ എത്തുമെന്നാണ്. അവൻ കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് മുന്നേ പ്രിയ അവനുമായിട്ട് വഴക്കിട്ടിറങ്ങിപ്പോയി. പിന്നീട് കാണിക്കുന്നത് രാവിലെ ഓഫീസിലേക്ക് പോകാൻ റെഡിയായിക്കൊണ്ടിരിക്കുന്ന രജനിയാണ്. അവൾ നമ്മുടെ നായകൻ രാത്രിയിൽ റെക്കോർഡ് ചെയ്തിട്ടിരുന്ന വോയിസ് മെസ്സേജസ് കേൾക്കുന്നുണ്ട്. അച്ഛനും അമ്മയും മരിച്ച ശേഷം ലൈഫിൽ ഇൻട്രസ്റ്റ് തോന്നിയത് തന്റെ ലൈഫിൽ പ്രിയ വന്നതിന് ശേഷമാണെന്നും അതുകൊണ്ട് നീ കാരണം എന്റെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ലെന്ന്, ഞാൻ മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ റിലേഷൻഷിപ്പിലാണെന്ന് തെറ്റിദ്ധരിച്ച് അവൾ എന്നെ വിട്ട് പോയിന്നൊക്കെ അവൻ വോയിസിൽ പറയുന്നുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ നമ്മുടെ നായികയ്ക്കും കുറച്ച് സങ്കടം തോന്നി. അന്നവൾ ഓഫീസിലെത്തിയപ്പോഴേക്കും അവരുടെ
CEO രാജീവ് വന്നിട്ട് അവിടെയുള്ള എല്ലാവർക്കും ഓരോ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതിലൊന്നും തന്നെ അവൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. പലതവണ കാർത്തിക് അവളോട് ചോദിച്ചു, നിനക്ക് എന്ത് പറ്റിയെന്ന്. താൻ കാരണം പ്രിയയും നായകനായ രജനിയും പിരിഞ്ഞതിലുള്ള സങ്കടമായിരുന്നു നമ്മുടെ നായിക രജനിക്ക്. അവൾ അന്ന് കാർത്തികിനെയും കൂട്ടി നേരെ പോകുന്നത് പ്രിയയെ കാണാനാണ്. അവനോട് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവൾ പോയി പ്രിയയെ കണ്ട് സംസാരിക്കുന്നു. നീ സ്നേഹിക്കുന്ന രജനി നീ വിചാരിക്കുന്ന പോലെ നിന്നെ ചതിച്ചിട്ടൊന്നുമില്ല. ഞാനും അവനും ഒരിടത്താണ് താമസിക്കുന്നതെങ്കിലും നീ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ ഒന്നിച്ചല്ലാന്നും തെറ്റിദ്ധരിക്കരുതെന്നൊക്കെ അവൾ പ്രിയയോട് പറയുന്നു. നായകനെ കുറിച്ച് തനിക്ക് അറിയാവുന്നതിൽ കൂടുതൽ തന്റെ മുന്നിലിരിക്കുന്ന പെൺകുട്ടി പറയുന്നത് കാരണം പ്രിയയ്ക്ക് ശരിക്കും ദേഷ്യം വരുന്നു. അവർ തമ്മിൽ അത്രയും ക്ലോസ് ആണെന്ന് പ്രിയ തെറ്റിദ്ധരിക്കുന്നു. ചില കാര്യങ്ങൾ ഞാൻ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാൾ നല്ലത് അവൻ തന്നെ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നതെന്നാണ് പ്രിയയോട് നമ്മുടെ നായിക പറയുന്നത്. അതും നീ വൈകുന്നേരം 6 മണിക്ക് ശേഷം വേണം അവനെ കാണാൻ പോകാൻ. അതോടെ കേട്ടപ്പോഴേക്കും പ്രിയയ്ക്ക് ദേഷ്യം വരുന്നു. നീയാണോ ഇതൊക്കെ തീരുമാനിക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നു. ഒരു വഴക്കിന് നിൽക്കണ്ടെന്ന് കരുതിയിട്ട് നായിക കാർത്തികിന്റെ കൂടെ കയറി പോകുന്നു. അവളുടെ മനസ്സിൽ മുഴുവൻ പ്രിയ പറഞ്ഞ ചില കാര്യങ്ങൾ കിടക്കുകയായിരുന്നു. നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാര് നമ്മളെ ചീറ്റ് ചെയ്യുന്നത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. എന്ത് പേഴ്സണൽ കാര്യമാണെങ്കിലും നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരോട് ചില സത്യങ്ങൾ തുറന്നു പറയുന്നത് തന്നെയാണ് നല്ലത്. അതൊക്കെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് അവൾ കാർത്തികിനോടും തന്റെയും തന്റെ ഉള്ളിലുള്ള ആ പുരുഷനായ രജനിയെ പറ്റിയുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ തീരുമാനിക്കുന്നു. എന്നാൽ ഇവളുടെ കൂടെ വീട്ടിലെത്തിയ കാർത്തിക് അവിടെ പുരുഷന്മാരുടെ ഡ്രസ്സും ബിയർ കുപ്പിയൊക്കെ കണ്ടപ്പോൾ ഇവിടെ ഒരു ആണ് താമസിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിരുന്നു. എന്നാൽ അവനാകട്ടെ നമ്മുടെ നായികയെ ഒരു രീതിയിലും തെറ്റിദ്ധരിച്ചില്ല. അവൻ അവളോട് പറയുന്നത് എങ്ങനെയാണ്, നിന്റെ കൂടെ ഇവിടെ ആരോ റൂം ഷെയർ ചെയ്യുന്നുണ്ട്. ആ റൂം ഷെയർ ചെയ്യുന്ന ആളുടെ കാമുകിയാണ് ഇപ്പൊ നീ പോയി കണ്ട പ്രിയ. നിങ്ങൾ തമ്മിൽ എന്തോ ഉണ്ടെന്ന് അവളെ തെറ്റിദ്ധരിച്ചു. അത് കോംപ്രമൈസ് ആക്കാനല്ലേ നീ പോയതെന്ന്. കാരണം എനിക്ക് നിന്നെ വിശ്വാസമാണ്. നീ മറ്റാരുമായിട്ടും റിലേഷൻഷിപ്പിലല്ല. കാർത്തിക് തന്നിൽ വിശ്വസിച്ചതിൽ നമ്മുടെ നായികയ്ക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. എന്നാൽ നീ പറയുന്നത് പോലെ എന്റെ കൂടെ ഇവിടെ ആരും താമസിക്കുന്നില്ല എന്നും എന്റെ ഉള്ളിൽ തന്നെയാണ് അവനുള്ളതെന്നും അവൾ പറയുന്നു. ഇവൾ എന്താ പറയുന്നതെന്ന് കാർത്തികിന് മനസ്സിലായില്ല. പക്ഷെ അവൾ പെട്ടെന്ന് അവനെ കിസ് ചെയ്യുന്നു. കിസ് ചെയ്തുകൊണ്ടിരുന്നതും 6 മണിയായി. പെട്ടെന്ന് അവളുടെ ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുകയും അവൾ നമ്മുടെ നായകൻ രജനിയായി മാറുകയും ചെയ്തു. കാർത്തിക് കണ്ണു തുറന്നു നോക്കുമ്പോൾ അവൻ കിസ് ചെയ്യുന്നത് ഒരു പുരുഷനെയാണ്. അതോടെ രണ്ടുപേരും ഞെട്ടിത്തെറിച്ചു മാറി. നീ ആരാണെന്ന് കാർത്തികിനോട് നമ്മുടെ നായകൻ ചോദിക്കുന്നു. ഞാൻ രജനിയുടെ ബോയ്ഫ്രണ്ട് ആണ്. ഇവിടെ ഉണ്ടായിരുന്ന രജനി എവിടെ പോയി എന്ന് നായകനോട് കാർത്തിക് ചോദിക്കുന്നു. നായകൻ കാർത്തികിനോട് പറയുന്നുണ്ട്, നീ കിസ് ചെയ്തത് അവളെ ആയിരിക്കും. പക്ഷെ 6 മണി കഴിയുമ്പോഴേക്കും അവള് പോവും. പിന്നെ ഉള്ളത് ഞാനാണ്. കാർത്തികിന് ഒന്നും മനസ്സിലായില്ല. അവൻ ആദ്യം തെറ്റിദ്ധരിക്കുന്നത് പകൽ സമയം സ്ത്രീകളുടെ വേഷം കെട്ടിവരുന്ന ആളാണെന്നും രാത്രി സമയം അവൻ ആണായി മാറുന്നതാണെന്നുമാണ്. എന്നാൽ ഇത് അങ്ങനെയൊന്നും അല്ലാന്ന് നായകൻ പറയുന്നുണ്ട്. ആ സമയം രാജുബായും അവിടേക്ക് വരുന്നു. രാജുബായും കാർത്തികിനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാർത്തികിന് അത് വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോ താൻ ആണാണെന്നുള്ള കാര്യം താൻ തെളിയിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നായകൻ തന്റെ ഡ്രസ്സ് അഴിച്ച് കാർത്തികിനെ കാണിക്കുന്നു. പക്ഷെ നാളെ രാവിലെ 6 മണിയാകുമ്പോഴേക്കും നിന്റെ കാമുകി രജനി നിന്റെ അടുത്ത് വന്നിരിക്കും. ഈ പകൽ സമയത്ത് കുറെ തവണ പ്രിയ നമ്മുടെ നായകനെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അവൻ പകൽ സമയത്ത് കോൾ എടുക്കാൻ പറ്റില്ലല്ലോ. അത് കാരണം അവള് നല്ല ദേഷ്യത്തിലുമായിരുന്നു. സമയം ഒരുപാട് കഴിഞ്ഞു. പ്രിയയെക്കുറിച്ച് ഒരു വിവരമില്ല. അവളുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു നമ്മുടെ നായകൻ. രാജുബായിയോട് നായികയെ രജനി തന്നോട് ചെയ്തത് എന്താണെന്നുള്ള കാര്യം അവൻ തുറന്നു പറയുന്നു. അച്ഛന്റെ അമ്മയുടെ ശരീരം പോലും അവസാനമായിട്ട് തനിക്ക് കാണാൻ സാധിച്ചില്ല. അതിനു മുന്നേ അവൾ ചടങ്ങുകൾ പൂർത്തിയാക്കി. അതുകൊണ്ടാണ് എനിക്ക് അവളോട് അത്രയും ദേഷ്യം. രാജു അപ്പോഴേക്കും നമ്മുടെ നായകനായ രജനിയെ സ്വന്തം മോനെ പോലെ കണ്ടു തുടങ്ങിയിരുന്നു. തന്റെ ഈ സത്യങ്ങളെല്ലാം അറിയാവുന്ന, തന്നെ മനസ്സിലാക്കുന്ന ഒരു നല്ല സുഹൃത്തായിട്ട് രാജുവിനെയും നായകൻ കണ്ടിരുന്നു. അതിനിടയ്ക്ക് പ്രിയയുടെ കോള് നമ്മുടെ നായകന് വരുന്നുണ്ട്. അവൾ അവളുടെ ഷോപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. അവളുടെ കൂടെ ജോലി ചെയ്യുന്ന പെൺകുട്ടിയാണ് ലക്ഷ്മി. നായകൻ അവിടെ എത്തുമ്പോഴേക്കും പ്രിയ നല്ലപോലെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. മദ്യലഹരിയില് നീ എന്നെ ചതിക്കുകയായിരുന്നില്ലേ, നീ എനിക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ തന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് അവൾ ആകെ സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. അവനെ കൊണ്ടും അവൾ നിർബന്ധിച്ച് കുറെ കുടിപ്പിക്കുന്നു. അമിതമായിട്ട് മദ്യുള്ളിൽ ചെന്നതോടുകൂടി പ്രിയ കുഴഞ്ഞു വീണു. അവളെ എടുത്തുകൊണ്ട് പുറത്തോട്ട് വന്ന നായകനെ കണ്ടതും അവളുടെ ഫ്രണ്ട്സ് വഴക്കിടുന്നു. നീ കാരണമാണ് പ്രിയയ്ക്ക് ഈ അവസ്ഥ വന്നതെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. നമ്മുടെ നായകനെ ഹോസ്പിറ്റലിനുള്ളിലേക്ക് കയറാൻ സമ്മതിച്ചതുമില്ല. എന്നാൽ ആ സമയം കാർത്തികാകട്ടെ രജനിയുടെ വിഷയത്തിൽ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടും സങ്കടപ്പെട്ടും വണ്ടി ഓടിച്ചുകൊണ്ടുപോയി ആക്സിഡന്റ് ആകുന്നു. അവനും എത്തിയത് ഇതേ ഹോസ്പിറ്റലിലേക്കാണ്. ഇവിടെ വെച്ച് നമ്മുടെ നായകൻ കാർത്തികിനെ കാണുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് നായികയെ രജനി റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്ന വോയിസ് അവൻ കേൾക്കുന്നത്. നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരോട് നമ്മൾ ചില സത്യങ്ങൾ തുറന്നു പറയുന്നതാ നല്ലത്, അല്ലെങ്കിൽ അത് അവരെ ഒരുപാട് വേദനിപ്പിക്കും. ആ വോയിസ് എല്ലാം കേട്ടതോടുകൂടി കാർത്തികിനും ചില സത്യങ്ങൾ നേരിട്ട് കാണിച്ചു കൊടുക്കണമെന്ന് നമ്മുടെ നായകന് തോന്നി. അവൻ കാർത്തികിനെയും കൂട്ടി നേരെ പോകുന്നത് തന്റെ വീട്ടിലേക്കാണ്. സമയം രാവിലെ 6 മണിയാകാൻ പോകുന്നു. തന്നെ തന്നെ നോക്കി നിൽക്കാൻ നായകൻ പറയുന്നുണ്ട്. കാർത്തികിന്റെ കൺമുന്നിൽ വെച്ചിട്ട് കറക്റ്റ് 6 മണിയായപ്പോഴേക്കും നായകൻ നായികയുടെ രൂപത്തിലേക്കായി. അതോടുകൂടി ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് കാർത്തികിന് മനസ്സിലായി. തലേന്ന് എന്തൊക്കെയാണ് നടന്നതെന്ന് നായിക രജനി കാർത്തികിനോട് ചോദിക്കുന്നു. തലേന്ന് നടന്ന സംഭവങ്ങളൊക്കെ അവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തന്റെ സത്യം എന്തായാലും കാർത്തികിന് മനസ്സിലായ സ്ഥിതിക്ക് അവൾ അവനോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ എന്റെ ഇഷ്ടം നിന്നോട് തുറന്നു പറയാൻ എനിക്ക് പേടിയായിരുന്നു. കാരണം ഈ സത്യം നിനക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നോർമൽ ആൾക്കാരെ പോലൊരു ജീവിതം നമ്മുടെ ലൈഫിൽ ഉണ്ടാകില്ല. എല്ലാവരും 24 മണിക്കൂർ
ഒരു ദിവസം ചിലവഴിക്കുമെങ്കിൽ എനിക്ക് 12 മണിക്കൂർ മാത്രമേ നിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റൂ. അതിനുശേഷം ഞാൻ മറ്റൊരാളായി മാറും. എന്നാൽ കാർത്തിക് തന്റെ ജീവിതത്തിൽ ഒരുപാട് പേരുടെ റിജക്ഷൻ നേടിയിട്ടുള്ള ആളാണ്. അതിനൊക്കെ ശേഷമാണ് അവന്റെ ലൈഫിലേക്ക് നായികയെ രജനി എത്തുന്നത്. അതുകൊണ്ട് അവളെ ഏത് സാഹചര്യത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ അവൻ തയ്യാറായിരുന്നു. അങ്ങനെ അവർ പരസ്പരം കെട്ടിപ്പിടിക്കുകയും കിസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്കെങ്ങാനും അവൻ കടന്നു വരുമോന്ന് കാർത്തിക് ചോദിക്കുമ്പോൾ നായിക പറയുന്നുണ്ട്, ഒരിക്കലുമില്ല, അവൻ വൈകുന്നേരം 6 മണിക്ക് ശേഷം മാത്രമേ വരുമെന്ന്. അന്നവർ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നിച്ചു. അവർ സെക്സിൽ ഏർപ്പെട്ടു. എന്നാൽ കുറച്ചു സമയം കഴിയുമ്പോൾ ബെഡ് മുഴുവൻ ബ്ലഡ് ആയിരുന്നു. ഇതെന്താ ഇങ്ങനെയെന്ന് കാർത്തിക് ചോദിക്കുമ്പോൾ നായികയും പറയുന്നുണ്ട്, എനിക്ക് വയറ് വല്ലാതെ വേദനിക്കുന്നുവെന്ന്. ആ സമയമാണ് അവളുടെ കാര്യം മനസ്സിലാക്കിയത്. തനിക്ക് ആദ്യമായിട്ട് പീരീഡ്സ് വന്നിരിക്കുന്നു. 24 വയസ്സുണ്ടെങ്കിലും തനിക്ക് ഇതുവരെയും പീരീഡ്സ് ആയിട്ടില്ല. നമ്മൾ സെക്സിൽ ഏർപ്പെട്ട ശേഷമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും കാർത്തിക് അവന്റെ വീട്ടിലേക്ക് പോയി. നായികയെ രജനി കിടന്ന് ഉറങ്ങുകയായിരുന്നു. കാരണം 6 മണിയാകുമ്പോഴേക്കും അവളുടെ ശരീരം നായകന്റേതായി മാറുമല്ലോ. അവൻ ബാറിലേക്കും പോകണം. ഇതാണ് ദിവസവും നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ അന്ന് 6 മണി കഴിഞ്ഞിട്ടും അവളുടെ ശരീരം നായകന്റേതായി മാറിയില്ല. രാജുബായി കോൾ ചെയ്യുമ്പോൾ ഇവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. രാജുബായി അവളോട് ചോദിക്കുന്നുണ്ട്, ഈ സമയം ശരിക്കും നീയല്ലല്ലോ കോൾ അറ്റൻഡ് ചെയ്യേണ്ടത്, അവനല്ലേ, അവൻ ഇതുവരെ വന്നില്ലെന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ നായികയെ മനസ്സിലാക്കുന്നത്, ജനിച്ച ശേഷം ഇതേവരെ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് 6 മണിക്ക് തന്റെ ശരീരം മാറാതിരിക്കുന്നത്. തനിക്ക് പീരീഡ്സ് ആയതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് നായികയ്ക്ക് മനസ്സിലായി. അവൾ കാർത്തികിനോടും ഇത് ഷെയർ ചെയ്യുന്നു. കാർത്തികിന് അത് കേട്ടപ്പോൾ കുറച്ച് സന്തോഷം തോന്നി. ജീവിതത്തിൽ ആദ്യമായിട്ട് നിനക്ക് 24 മണിക്കൂർ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. നീ ഇന്നേ വരെ രാത്രി കണ്ടിട്ടില്ലല്ലോ, നിനക്ക് ഇന്ന് രാത്രി കാണാൻ പറ്റും. ആ ലൈഫ് നിനക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അത് കേട്ടപ്പോൾ നായികയ്ക്ക് കുറച്ച് സന്തോഷം തോന്നി. അവൾ അവന്റെ കൂടെ നൈറ്റ് ലൈഫ് എന്താണെന്ന് കണ്ടു തന്നെ അറിയുന്നു. അവൾ ചന്ദ്രനെ പകൽ സമയത്ത് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. രാത്രി സമയങ്ങളിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്ന ആ 4 ദിവസവും അവളുടെ ശരീരത്തിന് ഒരു രൂപമാറ്റവും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾ ഈ 4 ദിവസവും നായികയെ രജനിയായിട്ട് തന്നെയാണ് ഇരുന്നത്. അങ്ങനെ 4 ദിവസങ്ങൾ കഴിഞ്ഞു. വൈകുന്നേരം 6 മണിയായപ്പോഴേക്കും വീണ്ടും നായകൻ ആ ശരീരത്തിലെത്തി. ആ സമയം രാജുബായി അവനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഈ 4 ദിവസമായിട്ട് നീ എവിടെയായിരുന്നു? നിന്നെ അന്വേഷിച്ച് പ്രിയ കുറെ തവണ വിളിച്ചുവെന്ന്. അത് കേട്ടതും അവൻ ആകെ ടെൻഷനിലായി. നേരെ രാജുബായിയുടെ അടുത്തേക്ക് പോകുന്നു. പ്രിയെ കുറെ തവണ തന്റെ ഫോണിൽ നിന്നും വിളിച്ചിട്ട് കിട്ടാത്തത് കാരണം രാജുബായിയുടെ ഫോണിൽ നിന്നും കോൾ ചെയ്യുന്നു അവൻ. പ്രിയ ആ സമയം ഒരു പാർട്ടിയിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയായിരുന്നു. അവൻ നേരെ അവിടേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും സമയം ഏകദേശം രാവിലെ ആകാറായിട്ടുണ്ടായിരുന്നു. പ്രിയ അവൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നീ എല്ലാം നേരിട്ട് കണ്ടു തന്നെ അറിയണമെന്ന് പറഞ്ഞിട്ട് 6 മണി ആകാൻ വേണ്ടിയിട്ട് അവൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു. എന്നാൽ 6 മണിയായി. അവൻ വിചാരിച്ച പോലെ ചേഞ്ചസ് ഒന്നും നടന്നില്ല. നീ എന്നെ പറ്റിക്കുകയല്ലേ എന്ന് പറഞ്ഞിട്ട് പ്രിയ അവിടെ നിന്നും ദേഷ്യം പോകുന്നു. ഇതെന്താ 6 മണിയായിട്ടും താൻ മാറാത്തതെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ. അവൻ ആകെ ടെൻഷനിലായി. അവന്റെ ഹാർട്ട് ബീറ്റ് കൂടി. ആ നിമിഷം പെട്ടെന്ന് അവൻ നായികയായിട്ട് ചേഞ്ച് ചെയ്യുന്നു. നായിക ആയതോടുകൂടി അവൾ ചുറ്റും നോക്കിയാണ്. താനിത് എവിടെയാണ് നിൽക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. കാരണം നായകനായിട്ടിരിക്കുമ്പോഴുള്ള മെമ്മറി ഒന്നും തന്നെ നായികയായി കഴിയുമ്പോൾ അവൾക്ക് ഇല്ലല്ലോ. അവൾ പെട്ടെന്ന് ഫോൺ എടുത്ത് കാർത്തിക്കിന് മെസ്സേജ് അയക്കുന്നു, ഈ ലൊക്കേഷനിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ട്. നായകന്റെ ഡ്രസ്സാണല്ലോ ഇപ്പൊ അവളുടെ ശരീരത്തിൽ കിടക്കുന്നത്. അത് നല്ല ലൂസാണ്. കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് അന്വേഷിച്ച് അവൾ ആ വീടിന്റെ ഉള്ളിലേക്ക് കയറി. തലേന്ന് പാർട്ടിക്ക് വന്ന പല ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. ഒരു പയ്യനാകട്ടെ നിന്നെ ആദ്യമായിട്ട് കാണുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവളെ ഉപദ്രവിക്കാൻ ചെല്ലുന്നു. അവളെ ബെഡിലേക്ക് എടുത്തെറിഞ്ഞു. ആ നിമിഷം അവൾക്ക് ദേഷ്യം എല്ലാം കൂടെ വന്നിട്ട് അവളുടെ ഹാർട്ട് ബീറ്റ് വീണ്ടും കൂടി. കാർത്തിക്കും ആ സമയം അവളെ ഹെൽപ്പ് ചെയ്യാൻ ഓടി വരുന്നു. എന്നാൽ അടുത്ത നിമിഷം അവളുടെ ഹാർട്ട് ബീറ്റ് കൂടി ഇമോഷൻസ് എല്ലാം കൂടി മാറിയതോടുകൂടി അവൾ വീണ്ടും നായകനായി മാറുകയാണ്. പിന്നെ പറയണ്ടല്ലോ, ഉപദ്രവിക്കാൻ ശ്രമിച്ചവനെ ചവിട്ടി താഴെയിട്ടു. അവനും ആകെ കൺഫ്യൂസ്ഡ് ആയി. മദ്യലഹരിയിൽ ഇങ്ങനെയൊക്കെ തോന്നുന്നതാണെന്ന് കരുതിയിട്ട് അവൻ അവിടെ നിന്നും പോയി. ഇതെന്താ നടക്കുന്നതെന്ന് കാർത്തികിനോട് നായകൻ ചോദിക്കുന്നുണ്ട്. സാധാരണ 6 മണിക്കല്ലേ ഞങ്ങൾ ചേഞ്ച് ആകുന്നത്, ഇതിപ്പോൾ തോന്നുന്ന പോലെ ചേഞ്ച് ആകുന്നു. അപ്പോൾ കാർത്തിക് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. തങ്ങൾ സെക്സിൽ ഏർപ്പെട്ടു, അവൾക്ക് ആദ്യമായിട്ട് പീരീഡ്സ് വന്നു, അതിനുശേഷം 4 ദിവസം അവൾ അവളായിട്ട് തന്നെയാണ് ഇരുന്നത്, നീ ഇതിന്റെ ഇടയ്ക്ക് വന്നിട്ടില്ലാന്ന്. അത് കേട്ടപ്പോഴേക്കും നായകന് ദേഷ്യം വരുന്നു. ഇവർ തമ്മിൽ തല്ലുകൂടാൻ ആരംഭിച്ചു. നമ്മുടെ നായകൻ സ്ലിപ്പായി നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് വീണു. എന്നാൽ അപ്പോഴേക്കും ആ ഭയം കാരണം വീണ്ടും അവൻ ചേഞ്ചായി നായികയായി മാറുന്നു. സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കാർത്തിക് എങ്ങനെയൊക്കെ അവളെ പുറത്തേക്ക് കൊണ്ടുവന്നു. ആ സമയം പ്രിയ വന്ന് ഇവരോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. കാർത്തിക് മാക്സിമം അവളോട് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്നു. ഇവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളും താൻ നേരിട്ട് കണ്ട കാര്യങ്ങളും എല്ലാം തന്നെ. എന്നാൽ പ്രിയയ്ക്ക് അതിലൊന്നും തന്നെ വിശ്വാസം തോന്നില്ല. നിങ്ങൾ വെറുതെ പറ്റിക്കുകയാണെന്ന് പറയുന്നു. എന്നാൽ നേരിട്ട് നിന്നെ ഇത് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് കാർത്തിക് ആകട്ടെ നായികയെ പിടിച്ച് വീണ്ടും സ്വിമ്മിംഗ് പൂളിലേക്ക് തള്ളിയിടുന്നു. പെട്ടെന്നുണ്ടായ പേടിയിൽ ഹാർട്ട് ബീറ്റ് കൂടുകയും അവൾ നായകനായി മാറുകയും ചെയ്തു. അത് കണ്ടതോടുകൂടി പ്രിയയ്ക്ക് കാര്യം മനസ്സിലായി. ഇവർ പറയുന്നതെല്ലാം സത്യമാണ്. എന്നാൽ അവൾക്ക് പേടി തോന്നിയില്ല. അവൾ കൂടുതൽ എക്സൈറ്റഡ് ആയിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നല്ലോ എന്ന് ചിന്തിച്ചിട്ട്. താൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച രജനി തന്നെ ചതിച്ചിട്ടില്ല എന്നുള്ള കാര്യം അവൾക്ക് ശരിക്കും ബോധ്യപ്പെട്ടു. അതുകൊണ്ട് അവൾ ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. കാർത്തിക് എങ്ങനെയാണോ പകൽ സമയം നായികയുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത്, രാത്രിയിൽ ഞാൻ നിന്റെ കൂടെ സ്പെൻഡ് ചെയ്തോളാമെന്ന് പ്രിയ അവനോട് പറയുന്നു. ഇവർ രണ്ടുപേരുടെയും ശരീരം എല്ലാം തന്നെ ഡിഫറന്റ് ആണ്. പക്ഷേ ഈ നായകനെയും നായികയും കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരേ കാര്യം അവരുടെ ഹൃദയമാണ്. അത് കോമൺ ആണ്. നേരത്തെയൊക്കെ 6 to 6 ഷിഫ്റ്റ് വെച്ചിട്ടായിരുന്നു ഇവർ മാറിക്കൊണ്ടിരുന്നത്.
പൊക്കോണ്ടിരുന്നത്. ഇപ്പൊ തോന്നുന്ന പോലെ വരുന്നു, തോന്നുന്ന പോലെ പോകുന്നു. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണെന്നും ശ്രദ്ധയോടെ ഇരിക്കണമെന്നും അമിതമായിട്ട് പേടിക്കാനോ ടെൻഷൻ അടിക്കാനോ സങ്കടപ്പെടാനോ പാടില്ലെന്നും അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കുമെന്ന് കാർത്തിക് പ്രിയയോട് പറയുന്നു. പ്രിയയാകട്ടെ നമ്മുടെ നായകനെ കിസ് ചെയ്യുകയായിരുന്നു. അടുത്ത നിമിഷം ആ എക്സൈറ്റ്മെന്റിൽ അവൻ നമ്മുടെ നായികയായിട്ട് മാറി. എന്താണെങ്കിലും സത്യങ്ങളെല്ലാം ഇവർ രണ്ടുപേരുടെ പാർട്ട്നേഴ്സ് മനസ്സിലാക്കിയതോടുകൂടി കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആയിരുന്നു. പക്ഷെ പലപ്പോഴും പല പൊതുയിടങ്ങളിൽ വെച്ചിട്ടും ഇവർ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടേയിരുന്നു. പബ്ലിക്കായിട്ട് നമ്മുടെ നായിക ഇട്ടിരുന്ന ഡ്രസ്സിൽ നായകന് പോകേണ്ടി വരെ വന്നിട്ടുണ്ട്. സമയമൊന്നുമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഇവർ മാറുന്നത് ഏതെങ്കിലും രീതിയിൽ തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ കാർത്തിക് ഒരു റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. റിസർച്ച് ടൈമില് നായിക അവന്റെ കൂടെയുണ്ട്. പക്ഷെ ഇടയ്ക്ക് പെട്ടെന്ന് അവൾ നായകനായി മാറുകയും ചെയ്യും. ഇതൊന്നും എന്തായാലും അവിടെ ഉണ്ടായിരുന്ന ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒടുവിൽ കാർത്തിക് ഒരു മെഡിസിൻ കണ്ടുപിടിച്ചു. ഹാർട്ട് ബീറ്റ് നോർമലായിട്ട് നിർത്താനുള്ള മെഡിസിൻ ആയിരുന്നു അത് ടെമ്പററി ക്യൂർ ആണ്. എന്തെങ്കിലും കാരണവശാല് കുറച്ച് മണിക്കൂർ നേരത്തേക്ക് നായികയ്ക്ക് നായികയായിട്ട് തന്നെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ മതി. ദിവസം 3 ടാബ്ലറ്റിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല. അത് കഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് ഇവർക്ക് അറിയില്ല. എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാകും. അതിനിടയ്ക്കാണ് നായികയെ കമ്പനി സിഇഒയും ബോസും ചേർന്നിട്ട് അവരുടെ ക്യാബിനിലേക്ക് വിളിക്കുന്നത്. ഇന്ത്യനായ അവളെ പെർമനന്റ് ആക്കാൻ തീരുമാനിച്ചു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ആ സിഇഒ അവളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എപ്പോഴൊക്കെയാണ് ഒരു മെയിലായിട്ട് ചേഞ്ച് ആകുന്നതെന്ന്, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നു. എന്നാൽ നിന്റെ സത്യമൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്നാണ് ആ സിഇഒ രാജീവ് പറയുന്നത്. CCTV വിഷ്വൽസ് തെളിവായിട്ട് അയാൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ലാബിലിരുന്ന സമയത്തും ഇടയ്ക്ക് ഇവൾ നായകനായി മാറിയിരുന്നതെല്ലാം തന്നെ CCTVയിൽ റെക്കോർഡായിട്ടുണ്ടായിരുന്നു. നീ വിചാരിക്കുന്ന പോലെ നിന്റെ സത്യം ഞങ്ങൾക്ക് ഇപ്പോഴല്ല ഇതിനു മുൻപേ മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് നീ രക്ഷപ്പെട്ടു പോയതാണ്. ഇനിയാണ് ആ ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കുന്നത്. അരുണാചലത്തിനും വല്ലിക്കും ആദ്യം ജനിച്ചത് ആൺകുട്ടിയാണെങ്കിലും പിന്നീടാണുള്ളത് പെൺകുട്ടിയായി മാറിയത്. തങ്ങളുടെ കുഞ്ഞിനെ എന്തോ സംഭവിച്ചെന്ന് പേടിച്ചിട്ട് ഇവർ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അന്ന് ആ ഹോസ്പിറ്റലിൽ ഡോക്ടറായിരുന്നു ഈ രാജീവ്. വൈകുന്നേരം 6 മണി കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിലുണ്ടായ മാറ്റം ഡോക്ടർ രാജീവും കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് അതേ ഹോസ്പിറ്റലുണ്ടായിരുന്ന രാമലിംഗത്തിനെ ഈ കാര്യം രാജീവ് അറിയിക്കുകയും ചെയ്തു. ഇതൊരു മിറാക്കിളാണ്. ഈ ട്വിൻ DNA റിസർച്ചില് നമ്മൾക്ക് ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കും, ഒരുപാട് കാശുണ്ടാക്കാൻ പറ്റുമെന്നൊക്കെയാണ് അയാൾ അന്ന് പറഞ്ഞത്. എന്നാൽ അന്ന് രാമലിംഗത്തിനെയും കൂട്ടി തിരികെ ആ കുഞ്ഞിനെ കാണിക്കാൻ ചെന്നപ്പോഴേക്കും അരുണാചലവും വലിയും അവിടെ നിന്ന് തന്റെ കുഞ്ഞിനെയും കൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം അതേ കുട്ടി തന്നെയാണ് ഇവരുടെ മുന്നിലിരിക്കുന്ന രജനിയെന്ന് ഇവർ മനസ്സിലാക്കി. ഫോറിനിലുള്ള റിസർച്ച് ടീമിന്റെ മുന്നിൽ വെച്ച് നീ രൂപമാറ്റം നടത്തുകയാണെങ്കിൽ നമുക്കിതിൽ ഒരുപാട് കാശുണ്ടാക്കാൻ പറ്റുമെന്ന് രാജീവ് പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ നായിക അതിന് നോ പറയുന്നു. അവൾ പെട്ടെന്ന് തന്നെ നമ്മുടെ നായകന് വേണ്ടിയിട്ട് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തിടുന്നു. ഇവരുടെ കയ്യിൽ നമ്മുടെ റിയാലിറ്റി മനസ്സിലാകുന്ന CCTV വിഷ്വൽസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നാൽ രാജീവ് അവളെ പേടിപ്പിക്കുന്നുണ്ട്. നീ ഒരേ ഒരു തവണ ഈ ആൾക്കാരുടെ മുന്നിൽ വെച്ച് മാറി കാണിച്ചാൽ മതി എന്ന് പറയുന്നു. എല്ലാവരും വീഡിയോ കോളിൽ വന്നിട്ടുണ്ടായിരുന്നു. രാജീവ് പേടിപ്പിച്ചതും നായിക വല്ലാതെ പേടിച്ച് ബാക്കിലേക്ക് വീഴുന്നു. പെട്ടെന്നുണ്ടായ പേടി കാരണം ഹാർട്ട് ബീറ്റ് കൂടുകയും നായകനായി മാറുകയും ചെയ്തു. വീഡിയോ കോളിലുണ്ടായിരുന്ന എല്ലാവരും ഇതെല്ലാം ലൈവായിട്ട് കാണുകയായിരുന്നു. ഇവിടെ എന്തോ മോശമായിട്ട് സംഭവിക്കുന്നുണ്ടെന്ന് നമ്മുടെ നായകന് മനസ്സിലായി. അപ്പോഴാണ് അവൻ ഫോണിലെ മെസ്സേജ് ശ്രദ്ധിക്കുന്നത്. തങ്ങളുടെ സത്യം ഇവർക്ക് മനസ്സിലായി എന്ന് നായികയുടെ മെസ്സേജിലൂടെ അവന് മനസ്സിലായി. അവൻ രാജീവിനെ ഭീഷണിപ്പെടുത്തുന്നു. അവരെ അടിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറയുന്നു. അയാൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. പക്ഷെ ഞങ്ങളുടെ കൂടെ നീ സഹകരിക്കണമെന്നും നിന്റെയും നിന്റെ ഉള്ളിലുള്ള പെൺകുട്ടിയുടെയും ജീൻസ് തനിക്ക് വേണമെന്നുമാണ് അയാൾ പറയുന്നത്. എന്നാൽ നായകനോ പറഞ്ഞിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് താൻ ഒരിക്കലും എസ് പറയില്ല എന്ന് നായകനും പറയുന്നുണ്ട്. അവരെ എല്ലാവരും അടിച്ചിട്ട് ആ ലാപ്ടോപ്പ് നശിപ്പിച്ചിട്ട് അവൻ അവിടെ നിന്നും പോകുന്നു. അന്ന് അവൻ നേരെ പോകുന്നത് പ്രിയയുടെ അടുത്തേക്കാണ്. കാർത്തിക് റിസർച്ചിലൂടെ കണ്ടുപിടിച്ച ആ ഒരു മെഡിസിൻ കാർത്തിക് പ്രിയയ്ക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. നിനക്ക് കുറെ സമയം നായകന് കൂടെ സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഈ ഗുളിക അവന് കൊടുത്താൽ മതി എന്ന് പറയുന്നു. അങ്ങനെ പ്രിയ അവൻ ആ ടാബ്ലറ്റ് കഴിക്കാൻ കൊടുത്തു. അതിനുശേഷം അവർ ഒരുമിച്ച് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ പ്രിയയ്ക്ക് ഒരു കോള് വരുന്നു. അവളുടെ കൂടെ ജോലി ചെയ്യുന്ന ലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ആക്സിഡന്റിൽ മരിച്ചുവെന്ന്. സംസ്കാര ചടങ്ങിലേക്ക് പ്രിയ നമ്മുടെ നായകനെയും കൂട്ടിയാണ് പോകുന്നത്. എന്നാൽ ആ സമയം നായകൻ വല്ലാതെ ഇമോഷണൽ ആകുന്നു. തന്റെ അച്ഛനും അമ്മയും മരിച്ച സമയത്ത് തനിക്ക് ഈ ചടങ്ങുകളൊന്നും ചെയ്യാൻ പറ്റിയില്ല. ലക്ഷ്മിയുടെ അവസ്ഥ കണ്ട് ശരിക്കും നായകൻ തകർന്നുപോയി. അന്ന് നായിക രജനിയുടെ അവസ്ഥ ഇതായിരുന്നു എന്ന് അവന് മനസ്സിലായി. താൻ അവളെ ഇത്രയും കാലം കുറ്റപ്പെടുത്തുകയായിരുന്നു. അച്ഛന്റെ അമ്മയുടെ സംസ്കാര ചടങ്ങിൽ തനിക്ക് പങ്കെടുക്കാൻ പറ്റാത്തതിന്റെ പേരിൽ അവൾ അന്ന് എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാകുമെന്ന് അവൻ ഇപ്പോൾ മനസ്സിലായി. പെൺകുട്ടികൾ ചിതയ്ക്ക് തീകൊളുത്തരുതെന്ന് ചടങ്ങുകൾ നടത്തിക്കൊണ്ടിരുന്ന ആള് പറയുന്നുണ്ട്. അതെല്ലാം കണ്ട് സങ്കടം വന്ന് നമ്മുടെ നായകനാകട്ടെ ലക്ഷ്മിയെ കൂടി ചേർത്ത് നിർത്തി തന്റെ അച്ഛനും അമ്മയ്ക്കും ചെയ്യാൻ പറ്റാതെ പോയ ആ ചടങ്ങുകൾ അവൻ ലക്ഷ്മിയുടെ പേരൻസിന് വേണ്ടി ചെയ്യുന്നു. തന്റെ അടുത്ത് നിൽക്കുന്ന ലക്ഷ്മിയെ കാണുമ്പോഴെല്ലാം തന്നെ തന്റെ ഉള്ളിലുള്ള നായികയെ രജനിയെ അവൻ ഓർമ്മ വരുന്നുണ്ട്. അവൾ എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാകുമെന്ന് അവൻ ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും അവന് കുറ്റബോധം തോന്നി. അന്ന് താൻ അവളെ അത്രയധികം കുറ്റപ്പെടുത്താൻ പാടില്ലായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് അവൻ ഇതെല്ലാം മനസ്സിലാകാൻ കാരണം പ്രിയയായിരുന്നു. അവളുടെ കയ്യിലുണ്ടായിരുന്ന ഗുളികകൾ തീർന്നു. 3 അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോ വേണമെങ്കിലും അവൻ നായികയെ മാറാം. ഇനി എപ്പോൾ നായകനെ തിരിച്ചു മാറുന്നുണ്ടോ ആ സമയം എന്നെ കാണാൻ വരണമെന്ന് പ്രിയ അവനോട് പറയുന്നുണ്ട്. നീ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന സമയത്ത് ഞാൻ നിന്റെ മുന്നിലുണ്ടാകൂന്ന് പറഞ്ഞിട്ടാണ് അവൻ പോകുന്നത്. കമ്പനിയിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം തന്നെ നായികയെ കാർത്തിക് അറിയിക്കുന്നുണ്ട്. നായകനായി മാറിയ ശേഷം അവൻ അവിടെയെല്ലാം അടിച്ചു തകർത്തതെല്ലാം നായിക
അറിയുന്നു. കാർത്തിക് ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തു. കൂടാതെ നായികയ്ക്ക് വേണ്ടിയിട്ടും റിസൈൻ ലെറ്റർ ഇട്ടു. വേറെ എന്തെങ്കിലും ജോലി നോക്കാമെന്ന് ഇവർ തീരുമാനിച്ചു. അന്ന് നായികയുടെ ബർത്ത്ഡേ ആണ്. കുറച്ചു സമയത്തേക്ക് അവളെ മാത്രമായിട്ട് കാർത്തിക്കിന് കൂടെ വേണമായിരുന്നു. അതുകൊണ്ട് ആ ടാബ്ലറ്റ് അവൾക്ക് കഴിക്കാൻ അവൻ കൊടുത്തു. അവളെയും കൂട്ടി കടലിന്റെ നടുക്കേക്ക് പോവുകയും അവൾ ആഗ്രഹിക്കുന്ന പോലെ രാത്രിയിൽ ചന്ദ്രനെ കാണിച്ചു കൊടുക്കുകയും അവിടെ വെച്ച് അവളുടെ പിറന്നാൾ ആഘോഷിക്കുകയും ചെയ്തു. അതിനുശേഷം അവർ തിരിച്ച് വീട്ടിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ ആ കമ്പനി ഓണർ രാജീവനും കൂട്ടരും വന്ന് ഇവരെ ആക്രമിക്കുന്നു. കാർത്തിക്കിനെ അടിച്ചിട്ട ശേഷം നായികയെ അവർ തട്ടിക്കൊണ്ടുപോയി. കാർത്തിക് കുറച്ച് മണിക്കൂർ നേരത്തേക്ക് ഇവർക്ക് വേണ്ടി കണ്ടുപിടിച്ച മെഡിസിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ രാജീവ് എടുക്കുകയും അത് വെച്ചിട്ട് അയാൾ മറ്റൊരു റിസർച്ച് നടത്തി മറ്റെന്തോ ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ആ മരുന്ന് കുത്തിവെച്ചു കഴിഞ്ഞാൽ നായകനോ നായികയോ അതിൽ ആരെങ്കിലും ഒരാളെ ബാക്കിയുണ്ടാകൂ. ഇവർ രണ്ടുപേരുടെയും ജീൻസ് ഇവർക്ക് കളക്ട് ചെയ്യാനും പറ്റും. ബോധം വന്നപ്പോൾ നായികയാകട്ടെ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലായി. മെഡിസിൻ കഴിച്ചിരിക്കുന്നത് കൊണ്ട് ഹാർട്ട് ബീറ്റ് കൂടിയാലും നായകനായിട്ട് മാറാനുള്ള ചാൻസ് കുറവാണ്. എന്നാൽ ആ സമയം നായകൻ അയച്ച ചില വോയിസ് മെസ്സേജസ് കേട്ട കാര്യങ്ങൾ അവൾ ഓർക്കുന്നുണ്ട്. അച്ഛന്റെ അമ്മയുടെ മരണസമയത്ത് അവളോട് ദേഷ്യപ്പെട്ടതിനെല്ലാം അവൻ മാപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മെഡിസിനും ഞാൻ വരുന്നത് തടയാൻ പറ്റില്ല എന്നും നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും ആ സമയം കുറച്ചുനേരം ശ്വാസം അടക്കി പിടിച്ച് എന്നെപ്പറ്റി ആലോചിച്ചാൽ മതി, ഞാൻ എന്തായാലും നിന്റെ ഉള്ളിലേക്ക് വന്നിരിക്കുമെന്ന് നായകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ ആ സമയം അങ്ങനെ തന്നെ പരീക്ഷിച്ചു നോക്കുന്നു. പെട്ടെന്ന് നമ്മുടെ നായകനായി മാറുന്നു. പിന്നെ പറയണ്ടല്ലോ, എല്ലാവരുമായിട്ട് അവൻ ഫൈറ്റ് ചെയ്യുകയാണ്. എന്നാൽ ഒരുപാട് ആൾക്കാരുണ്ടായതുകൊണ്ട് അവൻ അധിക നേരം പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ആ സമയം അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവന്റെ ഫ്രണ്ടായിട്ടുള്ള രാജുബായി തന്റെ ആൾക്കാരെയും വിട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അവൻ രക്ഷപ്പെട്ടു പോകുന്നത് കണ്ട് ദേഷ്യം വന്ന ആ സിഇഒ രാജീവാകട്ടെ അവിടെ ഇരുന്നൊരു സ്കാൽപ്പലെടുത്ത് നായകന്റെ ഹൃദയത്തിലേക്ക് കുത്തുന്നു. നായകനെയും നായികയും കോമൺ ആയിട്ട് കണക്ട് ചെയ്യുന്നത് അവരുടെ ഹൃദയമാണ്. നായകൻ ഇതേ അവസ്ഥയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ അവനായി തന്നെ തുടരും. നായികയായിട്ട് ചിലപ്പം അവന് മാറാൻ പറ്റില്ല. അവൻ പെട്ടെന്ന് തന്നെ അവിടെ കിടന്നിരുന്ന ഒരു വയറെടുത്ത് തന്റെ ചെസ്റ്റിലേക്ക് വെക്കുന്നു. ഷോക്ക് അടിക്കുകയും പെട്ടെന്ന് അവൻ നായികയെ മാറുകയും ചെയ്തു. അടികൊണ്ട് വീഴുന്നതിന് മുമ്പ് അവൻ പ്രിയയ്ക്ക് തന്റെ ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾ അവിടേക്ക് എത്തുമ്പോൾ കാണുന്നത് അബോധാവസ്ഥയിൽ കിടക്കുന്ന നായികയാണ്. പെട്ടെന്ന് തന്നെ അവളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു. അടികൊണ്ട് റോഡിൽ കിടന്ന കാർത്തിക്കും ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. തന്റെ അറിവിലുള്ള നല്ല ഡോക്ടേഴ്സിനെ തന്നെയാണ് പ്രിയ നായികയെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് എത്തിക്കുന്നത്. എന്നാൽ അവളുടെ കണ്ടീഷൻ വളരെയധികം ക്രിട്ടിക്കൽ ആയിരുന്നു. അവളില്ലെങ്കിൽ നായകനും ഇല്ലാന്ന് പ്രിയയ്ക്കറിയാം. ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് മാത്രമായിരുന്നു ഇനി ഏകയുള്ള മാർഗം. അതത്ര ഈസി ആയിട്ട് കിട്ടത്തുമില്ല. അതിനൊക്കെ ഒരുപാട് ടൈം വേണം. പക്ഷെ പ്രിയയുടെ അച്ഛനുള്ള കണക്ഷൻ വെച്ചിട്ട് അയാൾക്കത് പെട്ടെന്ന് തന്നെ സംഘടിപ്പിക്കാൻ പറ്റും. അവൾ പിണക്കമൊക്കെ മറന്ന് തന്റെ അച്ഛനെ കോൾ ചെയ്യുന്നു. തനിക്കൊരു ഫേവർ ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെ അയാളുടെ സഹായത്തോടു കൂടി ഇവർ പെട്ടെന്ന് തന്നെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് സർജറി നടത്തുന്നുണ്ട്. ഏകദേശം 3 ആഴ്ച നായിക അബോധാവസ്ഥയിൽ തന്നെയായിരുന്നു. അതിനിടയ്ക്ക് ഒരു തവണ പോലും അവൾ നായകനായി മാറിയില്ല. കാരണം ഇപ്പോൾ അവളുടെ ഉള്ളിലുള്ളത് അവർ രണ്ടുപേരും മാറി മാറി വന്നുകൊണ്ടിരുന്ന ആ ഹൃദയമല്ല, മറ്റാരുടെയോ ഹൃദയമാണ്. അതുകൊണ്ട് ഇനിയങ്ങോട്ട് അവൾ നായികയായിട്ട് തന്നെ തുടരും. നായകൻ ഇനി ഒരിക്കലും അവളുടെ ഉള്ളിലേക്ക് വരില്ല. എല്ലാവരും അവനെ ഒരുപാട് മിസ് ചെയ്യാൻ തുടങ്ങി. ഏറ്റവും കൂടുതൽ നായികയായിരുന്നു മിസ് ചെയ്തുകൊണ്ടിരുന്നത്. പ്രിയയ്ക്ക് തന്റെ വിഷമം ആരോടും പറയാൻ പറ്റാത്തൊരവസ്ഥയിലായി. രാജുബായും താൻ മകനെ പോലെ കണ്ടൊരാളെ നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖത്തിലായിരുന്നു. ഇനിയും നിങ്ങൾ ഇങ്ങനെ നിൽക്കണ്ടെന്നും നിങ്ങൾ എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കണമെന്നും പ്രിയ കാർത്തിക്കിനോടും രജനിയോടും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അവരുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പ്രിയ വരുന്നതാണ്. പ്രിയ രജനിയോട് ചോദിക്കുന്നുണ്ട്, നീ നിന്റെ ഹൃദയത്തോട് ചോദിച്ചു നോക്ക്, ഞാൻ സ്നേഹിക്കുന്ന എന്റെ രജനി നിന്റെ ഉള്ളിലുണ്ടോ എന്ന്. എന്നാൽ ഇത് കേട്ട് നായികയെ രജനി പറയുന്നുണ്ട്, ഇപ്പൊ എന്റെ ഉള്ളിലുള്ളത് ഞങ്ങൾ രണ്ടുപേരുടെ ഹൃദയം അല്ലല്ലോ എന്ന്, മറ്റാരുടേതോ അല്ലേ, ഞാൻ പിന്നെ എങ്ങനെ ചോദിക്കാനാണെന്ന്. പ്രിയ അവസാനമായിട്ട് ഒന്ന് പ്രതീക്ഷിക്കുകയായിരുന്നു അവനെ ഇനി ഒരു തവണ കൂടി കാണാൻ സാധിക്കുമോ എന്ന്. എന്നാൽ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയൊരിക്കലും അവൻ പ്രിയയുടെ ജീവിതത്തിലേക്ക് വരില്ല. നാളുകൾ കടന്നുപോയി. കാർത്തിക്കിനും രജനിക്കും ഒരു കുഞ്ഞുണ്ടായി. കുഞ്ഞിനെ കാണാൻ രാജുബായും പ്രിയയെല്ലാം വരുന്നുണ്ട്. എന്നാൽ വീണ്ടും അവിടെ ഒരു മിറാക്കിൾ സംഭവിച്ചിരിക്കുന്നു. നായകനും നായികയും എങ്ങനെയാണോ മാറി മാറി ഒരു കുഞ്ഞിന്റെ ശരീരത്തിൽ വന്നുകൊണ്ടിരുന്നത്, അതുപോലെ തന്നെ ഈ കുഞ്ഞും രാവും പകലും ആണും പെണ്ണുമായി മാറിക്കൊണ്ടിരുന്നു. ഈ ഞെട്ടിക്കുന്ന സത്യം ഇവരെല്ലാവരും മനസ്സിലാക്കുന്നിടത്താണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.